ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒഴുക്കിനൊത്ത് നീന്തി പോവുക. അപ്പോൾ നമ്മളുടെ ഒരു സാഹചര്യം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ആ ഒരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവിടെ വലിയതായിട്ടുള്ള ഒരു സംതൃപ്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനൊത്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയൊന്നുമല്ല. ഇങ്ങനെയാണ് സാഹചര്യം, അപ്പോൾ അതിനനുസരിച്ച് ഒഴുക്കിനൊത്ത് നീന്തി പോവുക എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരു പുകമറയ്ക്കകത്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ പരസ്പരം കാണാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തതയോ ക്ലാരിറ്റിയോ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ കറൻ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു സാഹചര്യമായിരിക്കാം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെയാണെന്ന് പറയാം. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി. ആ ഒഴുക്കിനൊത്ത് അങ്ങോട്ട് നീന്തി പോവാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ പോകാനോ സാധിക്കുന്നില്ല. പകരം ഇങ്ങനെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഗതി പോകുന്നത്, എന്നാൽ അതിൻ്റെ കൂടെ പോയേക്കാം, അതാണ് ബെറ്റർ എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളായിക്കോട്ടെ, പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ ഒരുപാട് കുഴപ്പിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തില്ലാത്തൊരു സമയത്ത് ഇതെല്ലാം ഓർത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പുറത്തേക്ക് കടക്കാൻ വരെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജി. ദാറ്റ് മീൻസ് ആ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അത്രയധികം അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വൂൺസ് ആയിക്കോട്ടെ മനസ്സിനകത്ത് കയറി വരുന്നു. അപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടാത്ത പോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത്, പക്ഷേ അവരെ കൊണ്ടത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയൊക്കെ നോക്കുമ്പോൾ ചില കേസസിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും. അതായത് എത്ര പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, എങ്കിലും അങ്ങോട്ട് മനസ്സുകൊണ്ട് അത് മുറിച്ചിട്ട് പോകാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. എപ്പോഴും അതിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും അതിനകത്തേക്ക് തന്നെ തിരിച്ചു വന്ന് കയറുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോഴും നമുക്കതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പുകമറയായിട്ട് വന്ന് നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇവരിതിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല. മാത്രമല്ല ആ ഒരു സമയത്തെല്ലാം അവർ വളരെയധികം ഒറ്റപ്പെട്ടതായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ലോൺലിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അപ്പുറത്ത് ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം ഈ ഒരു പേഴ്സണ് തിരിച്ചറിയുന്നതുകൊണ്ടായിരിക്കാം. ആ ഒരു രീതിയിലെങ്കിലും അവർക്കൊരു ആശ്വാസമായിട്ട് മാനസികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അതേസമയം കംപ്ലീറ്റ്ലി ഇത് മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോഴെല്ലാം ആ ഒരു പേഴ്സൺ അത്രത്തോളം ഒറ്റപ്പെട്ടു പോവാണ്. അപ്പം നിങ്ങളുടെ ഓർമ്മകൾ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു ലോൺലിനെസ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പേഴ്സൺ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഒപ്പം വേണം എന്ന് ഈ ഒരു പേഴ്സണിന് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തത്.
അല്ലെങ്കിൽ അവർ ആ ഒഴുക്കിനൊത്ത് നീന്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, നിങ്ങളുണ്ടെങ്കിലേ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ അതിനനുസരിച്ച് ഒരു മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ആർജവം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. ആ ഒരു സമയം നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഭയമാണ് കാണുന്നത്, ആ ഒരു ഫിയറിങ് എനർജിയാണ് കാണുന്നത്. സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയ കാര്യങ്ങളായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അവരത് പുറത്ത് പ്രദർശിപ്പിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോടത് കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങളോടൊന്നല്ല, മറ്റാരോടെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് യാതൊരു അടുപ്പമില്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് അവർ പിൻവലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് മാനസികമായിട്ട് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം, താല്പര്യം ഇതെല്ലാം നിർബന്ധപൂർവ്വം നിയന്ത്രിച്ച് വെച്ച് നിൽക്കുന്നു. അതായത് പിന്തിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് ഇഷ്ടവും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടായിട്ടും ഒരു വ്യക്തി ആ ഒരു തരത്തിൽ ഒന്നും ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയതുപോലെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ നമ്മളോട് ഓൾറെഡി കണ്ടു അവരുടെ ഒരു ഭയം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയറിങ് എനർജി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ഷാഡോ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു നിഴലാണ്, ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, ആകെ ആങ്സൈറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അനുഭവിക്കുക, സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത തരത്തിലുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരത്രത്തോളം ആ ഒരു തേർഡ് പാർട്ടി എനർജി ഭയപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇവരുടെ മനസ്സിനകത്തുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പെട്ടെന്ന് പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഇപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ നിഗൂഢമായിരിക്കും അവരുടെ ഒരു പ്ലാനിങ് എന്താണെന്നോ, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് എന്താണ്, അല്ലെങ്കിൽ അവർ അടുത്തായിട്ട് എന്താണ് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് എത്ര അടുപ്പമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. വളരെ നിഗൂഢമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സൺ അതൊന്നും എക്സ്പ്രസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് ഈ ഒരു പേഴ്സൺ നോക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ചിലപ്പോൾ അത്രയധികം ഒരു വിശ്വാസിയൊന്നും അല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സമയം ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, വളരെയധികം ഒറ്റപ്പെട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വേഗം തന്നെ ദൈവത്തിനെ വിളിക്കുക. അപ്പോൾ അതുവരെ ഇല്ലാതെ ഇരുന്ന ആ ഒരു എനർജി നമ്മളിലേക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴാണ് ആ ഒരു സോഴ്സിനെ നമ്മൾ കൂട്ടുപിടിക്കുന്നത്. കാരണം നമുക്കൊരു സ്ട്രെങ്തനിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആ ഒരു ശക്തിയുടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയും അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിനകത്ത് നമ്മൾ നിങ്ങളുടേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും കൊണ്ടുവരുന്നില്ല, നിങ്ങളുടെ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരുന്നില്ല. എങ്കിലും ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ സെപ്പറേഷനോ നോ കോണ്ടാക്ട് പീരീഡിലൊക്കെ നിങ്ങളും അത്രത്തോളം ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വഴിയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കും ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അവരെയും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ഗെയിം എനർജി പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പുറത്തേക്ക് കിടക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് തന്നെ നിങ്ങൾ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിനകത്ത് ഉണ്ടായാലും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ടെങ്കിലും പുറത്തേക്ക് കിടക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു ശക്തി നിങ്ങളെ ഇതിനകത്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയുന്നില്ല, പകരം എങ്ങനെയാണോ ഗതി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് പോകുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു സാക്രിഫൈസ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പക്ഷേ വളരെ മെച്യൂറായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്ടം നടപ്പിലാക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്ടം നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് വേദനിക്കുന്ന വേറെ പല വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ പലരുടെയും ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മളുടെ കൈയും കാലും ബന്ധിച്ചൊരവസ്ഥയാണ്.
സ്വന്തം ഇഷ്ടമോ അല്ലെങ്കിൽ അവനവൻ്റേതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇവിടെ അവരുടെ ഒരു സാക്രിഫൈസ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് മറ്റെന്തിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പിനകത്ത് കാണുന്ന ഒരു കാര്യമാണ്, അത്രയും സ്നേഹത്തോടു കൂടി പോരുന്ന രണ്ട് വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രണയിച്ച രണ്ട് വ്യക്തികളായിരിക്കും. പക്ഷെ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിലേക്കെല്ലാം എത്തുമ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും പലതരത്തിലുള്ള ഭീഷണികൾ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവരെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെയുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവർക്കും വിവാഹം തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഫാമിലി തന്നെ ആവണമെന്നില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള ആ ഒരു ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചോയ്സ് നടപ്പാക്കാനായിട്ട് ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, അതവർക്ക് നിറവേറ്റാതിരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം ആത്മാർത്ഥമാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലെല്ലാം പോകുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ടല്ല, ഇവർ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് ഈ വ്യക്തിക്ക് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയാണ്, ആ ഒരു ഒഴുക്കിനൊത്ത് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോൾ ഇവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മാറി മറിയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കാനായിട്ട് സാധിക്കും എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ ഉറപ്പില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനഃപൂർവ്വം ഒരു പ്രതീക്ഷ തരാതിരിക്കുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഇനി ഇതിനകത്തേക്ക് വലിച്ചിടണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും സ്നേഹവും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിട്ടും ചിലപ്പോൾ ഒതുക്കി വെച്ച് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു പേഴ്സൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം കൊണ്ടല്ല, മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു നിവർത്തികേട് കൊണ്ടോ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു റീസൺ എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇവർ ആ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ആ ഒരു ഹാർമണി എനർജി നിങ്ങളുടെ കൈ പിടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാര്യങ്ങൾ അവരുടെ ഒരു പരിധിക്ക് വരും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് പോകുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ചിന്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവരിതിനകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് പോലും അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനസികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് നിങ്ങളാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഒരു എനർജി മാത്രമാണ് അവരുടെ മനസ്സിനകത്തുള്ളത്. പക്ഷേ സാഹചര്യം നിമിത്തം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫിയർ കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന് വേണ്ടിയിട്ട് അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നില്ല. പകരം അവർ സ്പിരിച്വൽ വേയിലൂടെ ഒന്നും കൂടി കണക്റ്റ് ആവാനായിട്ട് നോക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാലം ഒരു മാറ്റം കൊണ്ടുവരും എന്ന് വിചാരിച്ച് ആ ഒരു പേഷ്യൻസ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 12 ആണ്. September month, number 22, Gemini zodiac sign, letter H, Scorpio zodiac sign, number 31, letter L, letter G, June month, number 3, number 8, letter M, letter R, letter Y, number 9,
തിരുവോണം നക്ഷത്രം, ലെറ്റർ സി, എറണാകുളം ഡിസ്ട്രിക്റ്റ്, നമ്പർ 11 വയനാട്, കൊല്ലം, നമ്പർ 2 അശ്വതി നക്ഷത്രം, ഉത്രട്ടാതി, ആൻഡ് ഫൈനലി ചോതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്, ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.